ചോദിക്കുമ്പോഴാണ് അതിപ്പോൾ നമുക്ക് മനസ്സിലായില്ല. നമ്മളുടെ ആരും മരിക്കാത്ത വീട്ടിൽ പോകണം. അപ്പോൾ നമ്മളുടെ ആരില്ലെങ്കിൽ അവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല. ആരാ വന്നത് മറ്റൊരു തമാശ കൂടെ പറയാം. ആരെ കൊണ്ട് വലിയ മോളാ ദൂരത്തായിരുന്നു വന്ന് ആരോ കേട്ടാണ് ഇതൊരു സത്യമാണ്. വേറൊരു സംഭവം മനസ്സിലായി. അപ്പോ യജ്ഞം നേരാവണ്ണം ചെയ്യുക. ഏത് അച്ഛൻ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അവരെ ശുശ്രൂഷിക്കുന്നത് തന്നെയാണ് പിതൃയജ്ഞം. നമ്മൾ ചെയ്യേണ്ടത് നല്ലവണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ നാം കൃതകൃത്യരാണ്. പിന്നെ ഒരു സത്യം പ്രപഞ്ചത്തിൻ്റെ മനസ്സിലാകാണ്. ഇത് യുധിഷ്ഠിരനോട് യക്ഷൻ ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. യക്ഷപ്രശ്നം എന്ന് പറഞ്ഞ മഹാഭാരതത്തിൽ ഒരു ഭാഗമുണ്ട്. അവിടെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുക. അതിലെന്താണ് അത്ഭുതം ചോദിക്കുന്നത്? ഒരുപാട് അത്ഭുതമായ ചോദ്യങ്ങൾ. ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിലൊരു ചോദ്യം എന്താണ് ഏറ്റവും വലിയ അത്ഭുതം? യുധിഷ്ഠിരൻ പറയാണ്, മരിക്കുന്നു ആളുകൾ, ജനിക്കുന്നു, മരിച്ചവരാരും തിരിച്ചു വരുന്നില്ല. ഇതെല്ലാവർക്കും അറിയാം. എന്നിട്ടും മനുഷ്യൻ ഈ മരണത്തെ അംഗീകരിക്കാത്തതാണ് ഏറ്റവും വലിയ അത്ഭുതം. സത്യം. മരണത്തെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ നാം ശാസ്ത്രോന്മുഖമായി ജീവിക്കുകയും അറിവുള്ളവരായി ജീവിക്കുകയും വേണം. ഈ രസകരമായൊരു കാര്യം, ഭാരതത്തിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ ചില സ്ഥലങ്ങളിൽ മരിച്ചു കഴിഞ്ഞാൽ സന്തോഷിക്കുകയില്ല, ആഘോഷമാണ്. ഈ നിത്യമായിട്ടുള്ള ദുഃഖം ഇതൊന്നും അയാൾ രക്ഷപ്പെട്ടുവല്ലോ, അടുത്തൊരു ജന്മം അയാൾക്ക് കിട്ടാൻ പോവുകയാണല്ലോ എന്നാണ് അവരുടെ സന്തോഷം. നമുക്ക് ആഘോഷം കൊട്ടിപ്പാടിയിട്ടാണ് ഈ ശവം കൊണ്ടുപോകുക. ബാംഗ്ലൂരും തമിഴ്നാട്ടിലൊക്കെ ബാംഗ്ലൂരൊക്കെ ഉണ്ട്. ഉള്ളിനുള്ളിൽ ആഗ്രഹം ഉണ്ടാവും. ഉള്ളിൻ്റെ ഉള്ളിൽ ആഹ്ലാദം ഉണ്ടാകുമെന്ന് ഇനി പറയാൻ പോകുന്നതാണ്. മരിച്ച സ്ഥലത്ത് നമ്മൾ ചെന്നാൽ വിവരമുള്ള ആളുകളായിട്ടുള്ള നമ്മൾ അവിടെ ഇരിക്കുന്നു, ഈശ്വരനാമം ജപിക്കുന്നു. ദുഃഖം കുറച്ച് പോവില്ല, ഉറപ്പാണല്ലോ. ഇത് യാതൊരു സംശയമില്ല. ഈശ്വരനുണ്ടോ എന്ന് പറയട്ടെ. എന്തോ ഒരു നാമം, നാരായണനായാലും ശിവനാണെങ്കിലും എന്തെങ്കിലും കൃഷ്ണനാമാണെങ്കിലും ഉറക്കം ജപിക്കുകയാണെങ്കിലും അവിടെ കൂടിയിരിക്കുന്ന ആ ഒരു അന്തരംഗ ആളുകൾ, അച്ഛൻ മരിച്ച മക്കള് അവിടെ ഇരിക്കട്ടെ, അവരെ നമ്മൾ നിർബന്ധിക്കില്ലേ? ഈ വെറുതെ കരയുന്നവരെങ്കിലും കരയാതിരിക്കില്ലേ? ഇല്ല, അറിയാണ്ടിരിക്കും. മാത്രല്ല, ഈ മരിച്ച ജീവന് ഉദ്ഗതി ഉണ്ടാവണമെന്ന് നമ്മളിങ്ങനെ നടക്കുന്നില്ല. ഒരാളെ നമ്മൾ അനുവദിക്കില്ല രക്ഷപ്പെടാൻ. രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മരിച്ച വീട്ടിൽ എന്താ ചെയ്യേണ്ടത്? വേറെ ഒന്നുമല്ല. എല്ലാവരും ചെല്ലുന്നത് അവിടെ അതേക്ക് ഇതേക്ക് അല്ലേ? മരിച്ച വീട്ടിൽ എല്ലാവർക്കും ഒരു കളിയാണ്. അങ്ങനെയല്ല, അവിടെ ഇത് വയ്ക്കണം, പുറത്ത് തല വയ്ക്കണം, പുറത്ത് വാഴ വയ്ക്കണം, നെല്ല് വെച്ചിട്ടില്ല, നെല്ല് വെക്കണം. ഇങ്ങനെ ഒരുപാട് കുറെ ആളുകളാണ് അവിടെ ബഹള വ്യൂഹമാക്കുന്നത്. അതിന് പകരം അറിവുള്ള വൃദ്ധരായ ആളുകളോട് നമുക്ക് പറയാനുള്ളത്, വൃദ്ധരെന്നുള്ള ജ്ഞാനവൃദ്ധരും വയോവൃദ്ധരും വൃദ്ധർ തന്നെയാണ്. ഇവരാരായാലും നമുക്ക് പറയാനുള്ളത് ഇതാണ്: അവിടെ ഇരുന്നിട്ട് നാമം ജപിക്കാൻ. അടുത്തിവിടെ ഒരു വിഭാഗത്തിലോ എന്നോടൊരു കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞാണ്, ഏതായാലും ഞാനവിടെ ചെന്ന സമയത്ത് ആരില്ല ഒന്നും നാമം ജപിക്കും. ഞാനവിടെ ഇരുന്ന് ശവം എടുക്കുന്നത് വരെ ഉറക്കം നാമം ജപിച്ചു. 60 വയസ്സായാളെന്ന് എന്താ പറയുന്നത്, ഒരു 29-30 വയസ്സായാലും ഉറക്കെ ഉച്ചത്തിൽ നാമം ജപിച്ചു. അത് കേട്ടപ്പോൾ കുറേ ആളുകൾ എൻ്റെ കൂടെ നാമം ജപിച്ചു. ഇതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. മരിച്ച വീട്ടിൽ ചെന്നാൽ നമ്മൾ അറിയുന്നവരെങ്കിലും നാമജപത്തിൽ മുഴുകുക. അങ്ങനെയാകുമ്പോൾ ആ ജീവന് ഒരു പദ്ധതിയില്ല. മരിക്കുന്നതിന് മുമ്പല്ലേ ഒരാള് ഒരു മരണത്തിലേക്ക് പോവുകയാണ് എന്ന് വിചാരിച്ച അച്ഛാ അങ്ങനെ കരയുന്നതിന് പകരം അവിടെ ഒരു നാമജപത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചാൽ ആ ജീവൻ മുമ്പ് എന്തെങ്കിലും സുഹൃതം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മരിച്ചു പോകുന്നതിൻ്റെ ഉള്ളിലായിട്ടൊരു അവബോധം ഉണ്ടാവും. അത് മോക്ഷമൊക്കെ അവിടെ നിൽക്കട്ടെ, നല്ല ഒരു ജന്മത്തിലെങ്കിലും ഏതുവായി തീരും. നമ്മളുടെ സങ്കല്പം അനുസരിച്ച് പുനർജന്മ സിദ്ധാന്തം അതൊരു സത്യമാണ്, അല്ലാണ്ട് ഇതൊന്നും വെറുതെ അല്ല. നമ്മൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ബഹൂനിലെ വ്യതീതാനി ജന്മാനി തവചാർജുന. എനിക്ക് ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നു.
തവ ചാർജിന നിനക്കും ഭഗവത്ഗീതയിൽ പറയുക ഈശ്വരൻ. പക്ഷെ ഞാൻ അറിയുന്നു, നീ അറിയുന്നു, ഇതേ വ്യത്യാസമില്ല. പക്ഷെ വേറൊരു കാര്യം പറയുന്നത്, ഞാൻ ജനിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രകൃതി സ്വാമവഷ്ടഭ്യ സംഭവി ആത്മമായ. ഞാൻ ജനിക്കണം ജനിക്ക് പോകല്ല, പ്രാരബ്ധങ്ങളല്ല. ഞാൻ പ്രകൃതിയെ സ്വീകരിച്ചിട്ട് ഈ ലോകത്ത് ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് ജനിക്കും. സ്വയം ഇച്ഛയാ സ്വേച്ഛയാ ജനിക്കാണ്. പക്ഷെ ജീവന്മാരായ നിങ്ങളൊന്നും അങ്ങനെയല്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും ജന്മം ഉണ്ടെങ്കിൽ മരണവും ഉണ്ട്. ജനനമരണങ്ങളാവുന്ന ചക്രത്തിൽ നിന്ന് ജ്ഞാനേന ഏവ അമൃതത്വം പറഞ്ഞു. അതായത് ജ്ഞാനം കൊണ്ട് മാത്രമാണ് അറിവുണ്ടാവുക, അല്ല മോക്ഷം ഉണ്ടാവുക. ജ്ഞാനാദി ഏവത് കൈവല്യം, അല്ലാണ്ട് വേറെ ഒന്നുകൊണ്ടും കൈവല്യപ്രാപ്തി ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അതുകൊണ്ട് മരണ വീട്ടിൽ ചെന്നാൽ നമ്മൾ ഇതാണ് അനുഷ്ഠിക്കുന്നത്. കഴിയുമ്പോൾ നാമകത്തിൽ വരിക, അവിടെ ഒരു ഭക്തിയുടെ ജ്ഞാനത്തിൻ്റെ ഒക്കെ ഒരു അന്തരീക്ഷം ഉണ്ടാകും. അല്ലെങ്കിൽ എന്തെങ്കിലും നാമം ലഭിക്കും. ഒരു നാമം എല്ലാവരും വിളിക്കുക. അപ്പോൾ ചില ആളുകൾ നമുക്കത് ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്. നാരായണകൃഷ്ണനാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, അവിടെ മരണദേവൻ ശിവനല്ല, മനസ്സിലായില്ല ജീവിതം ഒന്നുമില്ല. എന്താണ് അവിടെ ഉള്ളത്? ഇന്നത്തെ നമ്മളുടെ സമൂഹത്തിൽ സ്ഥിതി മനസ്സിലാക്കി അവിടെ ഉള്ളത് നല്ല രീതിയിൽ അനുവർത്തിക്കും. നമ്മൾ കുറച്ച് ഉയർന്ന അറിവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? എന്ത് നാമമാണെങ്കിലും അവിടെ ഒരു അന്തരീക്ഷം ഉണ്ടാവുക എന്നുള്ളതാണ്. രാമായണമൊക്കെ ആവാം, പക്ഷെ സാധാരണ എല്ലാവരും പങ്കെടുത്തില്ല. കുറെ ആളുകൾ മാറി മാറി നിൽക്കും, കേട്ടുകൊണ്ടിരിക്കും. ഒരാളുണ്ടാവും അതിനേക്കാൾ നല്ലത് നാമജപമാണ്. ഇത്രയും കൂടെ ചോദിച്ചാൽ ഇതിലുള്ള എഴുതിയിട്ടുള്ള ചോദ്യം വേറെന്തെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്നതോ എന്തെങ്കിലും